ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ലഞ്ച് ബോക്സ് കണ്ടാലോ. ഇന്ന് ഞാൻ ലഞ്ചിന് കൊടുത്തിട്ടുണ്ടെന്നത് സ്പിനാച്ച് റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഒരിച്ചിരി നെയ്യിലേക്ക് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി കാശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചീര ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഞാൻ ആദ്യം റൈസായി പോയി കൊട്ടിയത്, അപ്പോൾ റൈസ് മാറ്റിയിട്ട് ഞാൻ വീണ്ടും ചീര ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി വെളിച്ചെണ്ണയിൽ ചീര ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചീര വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് റൈസൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരിച്ചിരി ഉപ്പ് കുറവുള്ള പോലെ തോന്നിയുണ്ട് ഒരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൂപ്പിച്ചപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി. ഇപ്പോൾ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സ്പിനാച്ച് റൈസിന്റെ കൂടെ കഴിക്കാനായിട്ട് കുക്കുംബർ റൈത്തയും പപ്പടം മുളകിട്ടതും കൂടി ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. സ്നാക്കായിട്ട് ഇന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ മൂത്തവർക്ക് രണ്ടുപേർക്കും കുറച്ച് മുരിച്ചെടുത്തിട്ടുള്ള പഴംപൊരിയും ചെറിയവന് അധികം മുരിയാത്ത ടൈപ്പ് പഴംപൊരിയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.